ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ശനിയാഴ്ച വരികയാണ്. 4-ാം വാരത്തിലേക്ക് കടക്കുന്ന ചിത്രം ഇതാ വീണ്ടും ഞെട്ടിക്കുന്ന കളക്ഷനായിട്ട് തന്നെ മുന്നോട്ട് കുതിക്കുകയാണ്. മണിക്കൂറിൽ 6000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇന്ന് ശനിയാഴ്ച 24-ാം ദിനം അതെ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച് കുതിക്കുകയാണ്. ഇതിനോടകം തന്നെ മലയാളത്തിലെ നമ്പർ 1 ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 265 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. ഒരുപിടി റെക്കോർഡുകൾ വാരി എറിഞ്ഞുകൊണ്ട് സിനിമ കുതിച്ചു പായുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. GCC രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച അതിഭീകര തിരക്ക് എന്ന് തന്നെയാണ്. അതായത് 23-ാം ദിനത്തെ കളക്ഷൻ 5 കോടിക്ക് മുകളിൽ വരുമെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നലെ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് വന്നത്. ഇന്നലെ നേടിയത് മികച്ച ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിങ്ങാന്നത്തേനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കളക്ഷനാണ്. ഏകദേശം 1,38,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരമായി പുറത്തു വന്ന കണക്കുകൾ. 26% ഒക്യുപ്പൻസിയിൽ, അതായത് സിനിമയ്ക്ക് 1,75,80,00,000 രൂപയാണ് ഇന്നലെയും വന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മാത്രമാണ് സിനിമയ്ക്ക് 2 കോടിക്ക് താഴെ വന്ന കളക്ഷൻ ഉള്ള ദിവസങ്ങൾ. അതിന് മുമ്പുള്ള 20 ദിവസങ്ങളിലും സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ശനി ഞായറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ 4 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ വരുമെന്നുള്ളതാണ്. അതായത് 8 കോടിയോളം വരും എന്നുള്ളതും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്ന് 100 കോടിയിലേക്ക് എത്തുന്ന ദിവസമാണ് എന്നുള്ള സന്തോഷകര വാർത്തയാണ്. അത് ഏത് റേഞ്ചിൽ പോയാലും അത് അടിച്ചിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 99 കോടിയോളമാണ് സിനിമ 23 ദിനങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത്. 24-ാം ദിനം പിറക്കുന്നതിന് മുമ്പ് തന്നെ സിനിമ 90 ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിലിലൂടെ തന്നെ നേടിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു ദിനത്തിൽ തന്നെ സിനിമ 100 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തുകയാണ്. ഇനി സിനിമ തീർത്ത പല റെക്കോർഡുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടർ ടു സ്കോർ 100 crore ഫ്രം ബോത്ത് ഹോം സ്റ്റേറ്റ് ആൻഡ് ഓവർസീസ് ഫ്രം എ സിംഗിൾ മൂവി. അതായത് ഒരേ മൂവിയിൽ നിന്ന് തന്നെ അതായത് നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ഓവർസീസിലും 100 കോടി തൂക്കിയിരിക്കുന്ന ആദ്യത്തെ നടി അല്ലെങ്കിൽ നടനാകുന്നു അതേ സിനിമയിൽ നിന്ന് തന്നെ. ഫസ്റ്റ് സോളോ ആക്ടർ ടു സ്കോർ 150 crore ഫ്രം ഡൊമസ്റ്റിക്. അതായത് ഇന്ത്യയിൽ നിന്ന് 150 കോടി നേടുന്ന ആദ്യ ആക്ടറായി മാറുന്നു എന്നുള്ളതാണ് കല്യാണി. ഫസ്റ്റ് സോളോ ആക്ടർ ടു സ്കോർ 50 crore ഫ്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 കോടി നേടിയുന്ന ആദ്യ നടി ആവുന്നു ഒരേ ഒരു സിനിമയിൽ നിന്ന് തന്നെ. അങ്ങനെ ഓഷ്യാന ബോക്സ് ഓഫീസിൽ, ഓസ്ട്രേലിയ ബോക്സ് ഓഫീസിലൊക്കെ തീ പടരുകയാണ്. അങ്ങനെ 22 ദിനത്തെ ആ ഒരു ഓസ്ട്രേലിയൻ കളക്ഷൻ പറയുന്നത് 5.26 കോടി എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകളാണ്. ഒരുപക്ഷെ ഇതിൽ മുകളിലായിരിക്കാം, ഒരുപക്ഷെ ഇതിൻ്റെ ജസ്റ്റ് താഴെയൊക്കെ ആയിരിക്കാം. എന്താണേലും ഏറെക്കുറെ ഇതിനടുത്തൊക്കെയുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പുറത്തുവിടുന്നത്. ഇനിയും അത് ബിഗ്ഗസ്റ്റ് ഗ്രോസ് ഓഫ് ഓൾ ടൈം എന്നുള്ളതാണ്, സെക്കൻഡ് ആണെന്നാണ് പറയുന്നത്. 15 ദിവസത്തെ ന്യൂസിലാൻഡിലെ കളക്ഷൻ വരുമ്പോൾ 89.22 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. എന്തായാലും അത് തേർഡ് ബിഗ്ഗസ്റ്റ് ഗ്രോസർ ആയിരിക്കുന്നു എന്നുള്ളത് ആണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മലേഷ്യയിൽ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. മലേഷ്യയിലെ ഒരു ദിവസത്തെ 8-ാം ദിനത്തെ മാത്രമാണ് ഏകദേശം 1 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. എമ്പുരാൻ തീർത്ത ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്നുള്ള ആ ഒരു പേര് 265 കോടിയാണ്. ആ 265 കോടി 154 ദിനം കൊണ്ട് മറികടന്നിരിക്കുന്നു. പണ്ടൊക്കെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം എടുത്തിട്ടാണ് മാറുന്നതെങ്കിൽ വല്ലപ്പോഴുമൊക്കെയാണ് അതിനൊരു മാറ്റം. ഏതോ 95-ലോ എന്തോ ആണ് അങ്ങനെ ഒരു മാറ്റം അടുപ്പിച്ച് 2-3 സിനിമകൾക്ക് വന്നത്. അതേ രീതിയിൽ തന്നെ ഇവിടെ നേടുന്നു എന്നുള്ളത് പറയാം. ക്രോസസ് 150 crore മാർക്ക് ഫ്രം ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഇൻ ജസ്റ്റ് 23 days. 23 ദിനങ്ങൾ കൊണ്ടാണ്. രണ്ടാമത്തെ മലയാളം മൂവിയാണ് ഈ ഒരു മൈൽ സ്റ്റോൺ നേടുന്നത്. അപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളതാണ്. അതിൻ്റെ റെക്കോർഡുകൾ നമ്മൾ കണക്കാക്കാറില്ല, കാരണം അതിൻ്റെ കണക്കുകൾ തെറ്റാണ് എന്നുള്ളത് ഓൾറെഡി പലയിടത്തും അത് അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്നിരുന്നാലും പല സോഷ്യൽ മീഡിയ കണക്കുകളിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യ സിനിമ എന്ന് തന്നെ നമുക്ക് ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി സിനിമയുടെ ചില മൈൽ സ്റ്റോണുകൾ, സിനിമ പിന്നിടേണ്ട കാര്യങ്ങൾ. 23 ദിവസം കൊണ്ട് സിനിമ നേടിയത് 265 കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമാകാൻ സിനിമയ്ക്ക് 0 എമൗണ്ടാണ് വേണ്ടിയിരുന്നത്. ഇനിയും 23-ാം ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ വേണ്ടിയിരുന്നത് ഏകദേശം 2.5 കോടിയോളമായിരുന്നു. അത് കവർ ചെയ്തു. 23 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസർ ആയി കഴിഞ്ഞപ്പോൾ ഇനി 300 കോടി ക്ലബിലേക്ക് കയറാൻ വെറും
4 കോടിക്ക് താഴെ മതി എന്നുള്ളതായിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റടിക്കാനായിട്ട് സിനിമയ്ക്ക് ഏകദേശം 19-18 കോടിയോളം മതി എന്നുള്ളത്. അതായത് ഈ ശനി ഞായറോടുകൂടി അത് 10 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. അതെ, ഇനി വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കാൻ പോകുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഓൾറെഡി ഒരു ഇൻഡസ്ട്രി ഹിറ്റെന്ന് പല സിനിമകളും, അതായത് എമ്പുരാൻ പോലെയുള്ള സിനിമകൾ വന്നപ്പോൾ അവർ വാഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഈ സിനിമയും ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് അതാത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്നത്, അതാണ് ഇൻഡസ്ട്രി ഹിറ്റ്. പണ്ട് നമ്മളൊരു ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പലരും അതിൻ്റെ പുറകിലൊക്കെ ചീത്ത വിളിക്കാനൊക്കെ വന്നിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കുക. എമ്പുരാൻ വന്നപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന 264 കോടിയിൽ 265 കോടി. അപ്പോൾ ശരിക്കും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് വരണമെങ്കിൽ തുടരുമെന്ന ചിത്രം തീർത്ത 118 കോടി കടക്കണമെന്നുള്ളതാണ്. ജെനുവിനായിട്ടുള്ള ആ ഒരു കളക്ഷനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മൈൽ സ്റ്റോൺ. അതെ, 118 കോടിയിലേക്ക് എത്താൻ സിനിമയ്ക്ക് ഏകദേശം വീണ്ടും 19 അല്ലെങ്കിൽ 18 കോടിക്ക് താഴെയിലേക്ക് വരുന്നു. ശനി ഞായറോടുകൂടി നമുക്ക് ഉറപ്പിക്കാം 10 കോടിയിലേക്ക് അത് എത്തുമെന്നുള്ളതും. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 5.5 കോടിയോളമാണ് ഇന്നത്തെ കളക്ഷനായി വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ. ഇനി ശനി ഞായർ ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ 1 കോടിക്ക് മുകളിൽ, അതായത് അഡ്വാൻസ് സെയിലിലൂടെ സിനിമ 90 ലക്ഷം രൂപയാണ് പ്രീസെയിലൂടെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, 52,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുമ്പോൾ ഇന്നും 1.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അങ്ങനെ 1.5 ലക്ഷം ടിക്കറ്റുകൾക്ക് വിറ്റുപോവുകയാണെങ്കിൽ 2.5 കോടിയായിരിക്കാം ഏറ്റവും കുറഞ്ഞതായി വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്കും പോകാം. ബുക്ക് മൈ ഷോ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു, മണിക്കൂറിൽ 6,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്ന 25-ാം ദിനം, ആദ്യ ദിനത്തിലെ അല്ലെങ്കിൽ റിലീസ് ദിനത്തിലോ അല്ല. ഇന്ന് ഒരുപാട് റിലീസുകൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ സിനിമയ്ക്ക് യാതൊരു ബാധിക്കുന്ന കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല. ശനിയാഴ്ച നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് മയമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ആ ഒരു വാർത്തയും നമുക്ക് കാണാൻ കഴിയുന്നു. എറണാകുളത്ത് എവിടെ നോക്കിയാലും അല്ലെങ്കിൽ ഒരു 70% തലേ ദിവസം തന്നെ നമുക്ക് ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് രാവിലെ മുതൽ ഒരു കാര്യം കാണാൻ കഴിയുന്നു. അത്രത്തോളം രാവിലെ 9:30 മുതലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് കാണാൻ കഴിയുന്നു. നാളെയും പ്രതീക്ഷിക്കുന്നത് 10,000 മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശനി ഞായർ ദിനങ്ങൾ തീ ആയി മാറുമെന്നുള്ളത് തന്നെയാണ്. ഞായറാഴ്ചയും സിനിമയുടെ പല സ്ഥലങ്ങളിലും ടിക്കറ്റ് ബുക്കിംഗ് ഓൾറെഡി ഓറഞ്ച് മയമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങൾ, അതായത് 26-ാം തീയതി മുതൽ സിനിമയ്ക്ക് അങ്ങോട്ടുള്ളത് മികച്ച ദിനങ്ങളാണ്. ആ ദിനങ്ങളിൽ സിനിമ വലിയ രീതിയിലുള്ള റെക്കോർഡ് തീർക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. വരുന്ന 26 മുതൽ 4-ാം തീയതി വരെയുള്ള ദിനങ്ങളിൽ സിനിമ വേൾഡ് വൈഡായിട്ട് ഒരു 35-40 കോടിക്കടുത്ത് എത്താനുള്ള ഏറെയും ചാൻസുകളുണ്ട്. എന്തായാലും GCCയിൽ 8 മില്യണും കഴിഞ്ഞ് സിനിമ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും ഈ ഒരു ലോക എന്ന ചിത്രം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒന്ന് പോയി ടിക്കറ്റ് എടുക്കാം. ഇത് ഇൻഡസ്ട്രി ഹിറ്റാണ്. ഹിറ്റ് സാധാരണ പറയുന്ന സിനിമകൾ പോലെയല്ല, ഒന്നാമതെത്തിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ